ഏപ്രിൽ 28-ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അങ്ങനെ 3 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്നാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസം കൂടിയായിരുന്നു. രാവിലെ തന്നെ ഞാനും ഋതുവും കൂടിയിട്ട് വെഡിങ് ആൽബമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. നല്ല മാറ്റം എല്ലാവർക്കും വന്നിരിക്കുന്നു. ശരത്തറിന് ഓഫീസിൽ നിന്ന് പോയി വരുമ്പോൾ ഞങ്ങൾക്ക് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കട്ട് ചെയ്തു, ഋതുവിന് കൊടുത്തു, ഞങ്ങൾ കഴിച്ചു. പിന്നെ ആനിവേഴ്സറി ഒക്കെ അല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പായസം ഉണ്ടാക്കാം. വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാണ്ടായിരുന്നു ആസ്റ്ററിലേക്ക്. ഋതുവിന് ചെറിയൊരു കഫും കോൾഡൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ മെഡിസിനൊക്കെ ഒന്ന് കൊടുത്തൊന്ന് സെറ്റ് ആക്കണം. കാരണം നമുക്കൊരു ട്രിപ്പ് വരുന്നുണ്ട്. മെയ് 1-ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളതൊക്കെ വരുന്ന വീഡിയോസിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ തന്നെ ഇവനെ ഈ ചുമയൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മദീന മാളിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ സമ്മർ ആയ കാരണം തന്നെ നമുക്ക് വിൻ്റർ വെയേഴ്സ് എവിടെയും കിട്ടുന്നില്ല. ഞങ്ങൾ ദേറ സിറ്റി സെൻറ്ററിൽ ഇവിടെ സെൻറ്റർ പോയിൻറ്റിലും അതേപോലെ മാക്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയത് മദീന മോളിലുള്ള മാക്സെന്നും സ്മാർട്ട് ബേബി അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഷോപ്പ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ ഋതുവിന് വേണ്ടി മാത്രമുള്ള ഷോപ്പിംഗ് ഡേ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ഭയങ്കര ഹെക്റ്റിക് ആവും. അത് കാരണമാണ് ഋതുവിന് മാത്രമായിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് ഉണ്ണിയുടെയും നിത്യയുടെയും വക ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റൊക്കെ കേട്ടോ. എന്താ ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പിന്നെ ഇവരും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം ട്രിപ്പിന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങളിതേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് ഋതുവിന് ഈ ഒരു കാറിലൊക്കെ കയറിയാലാണ് ഒരു സമാധാനമാവുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.